കാനന കാഴ്ചയുടെ ലാസ്യഭാവമാണ് ഗവി. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ പ്രദേശം. നിശബ്ദവും നിബിഡവുമായ ഈ നിത്യഹരിതവനം അനവധി ജീവിവർഗങ്ങളുടെ സ്വൈര്യവിഹാര കേന്ദ്രമാണ്. ആന, കടുവ, വരയാട് തുടങ്ങി സംരക്ഷിത മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ. വന്യമൃഗങ്ങൾ സ്വച്ഛമായി വിഹരിക്കുന്ന ഈ ഇരുണ്ട കാട്ടിൽ നിശബ്ദമായി ജീവിതം കരിപ്പിടിപ്പിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. കാട്ടിനുള്ളിലെ ജനവിഭാഗം എന്ന് കേൾക്കുമ്പോൾ അവർ ആദിവാസികളായിരിക്കുമെന്നാണ് പുറം ലോകത്തിന്റെ ധാരണ. എന്നാൽ ഇവർ ആദിവാസികളല്ല. അഭയാർത്ഥികൾ എന്ന ലേബലിൽ കാടിന്റെ വന്യതയിൽ കുടിയിരുത്തപ്പെട്ട തമിഴരാണ്. ശ്രീലങ്കയുടെ തീരത്ത് നിന്ന് 1978-79 കാലത്ത് അഭയാർത്ഥികളായി എത്തിയവർക്ക് കിടപ്പാടമൊരുക്കിയതാണ് ഈ ഗ്രാമം. ശ്രീലങ്ക സ്വതന്ത്രമായതിനു ശേഷം ഉടലെടുത്ത തമിഴ് പൗരത്വ പ്രശ്നവും തുടർന്നുണ്ടായ കലാപങ്ങൾക്കും അറുതി വരുത്താൻ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ 1964 ഉണ്ടാക്കിയ കരാറാണ് ശ്രീമാവോ ശാസ്ത്രി കരാർ. ഈ കരാർ പ്രകാരം ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയ ആളുകളിൽ കുറച്ചുപേരെയാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഇവിടെ കുടിയിരുത്തിയത്. പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിന്റെ ഭാഗമായ പ്രദേശമാണ് ഗവി. പത്തനംതിട്ട കുമളി വനപാതയ്ക്കിടയിലാണ് ഈ പ്രദേശം. പത്തനംതിട്ട ഭാഗത്ത് വനാരംഭമായ ആങ്ങമുഴിയിൽ നിന്ന് 60 കിലോമീറ്റർ ഘോരവനത്തിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. കുമളിയിൽ നിന്ന് വണ്ടിപ്പെരിയാർ കഴിഞ്ഞ് വനാരംഭമായ വള്ളക്കടവിൽ നിന്ന് വനത്തിലൂടെ തന്നെ 30 കിലോമീറ്റർ യാത്ര ചെയ്തും ഇവിടെ എത്താം. സീതത്തോട് പഞ്ചായത്ത് മൂന്നാം വാർഡാണിത്. ഈ മൂന്നാം വാർഡിനകത്ത് കുറഞ്ഞതൊരു 18-20 കിലോമീറ്റർ ചുറ്റളവിലാണ് ആൾക്കാർ താമസിക്കുന്നത്, ഓരോ യൂണിറ്റായിട്ട്. ഇതൊരു കൊച്ചോമ്പൽ ഇത്ര ഭാഗത്ത് ഇങ്ങനെ വന്ന വഴി കുറേ ഭാഗത്ത്. പിന്നെ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് ഗവി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് പിന്നെ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ് മീനാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പെട്ടെന്ന് ഓടി ഇതെല്ലാം കൂടെ കൂടിയാണ് ഈ ഗവിയിലാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ. ഗവിയുടെ സ്വച്ഛമായ സൗന്ദര്യത്തിനുള്ളിൽ പുറം ലോകത്തിനറിയാത്ത അസ്വസ്ഥതകളുമായി കഴിയുകയാണ് ഗവിക്കാർ. ഒന്ന് കണ്ടാൽ കാഴ്ചയെ പുളകം കൊള്ളിക്കുന്ന ഗവിയുടെ സൗന്ദര്യത്തിൽ താമസമുറപ്പിച്ചാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഈ പച്ചപ്പുതപ്പിൽ ഇവിടെ ജീവിതം അതിദുർഘടമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള വനമാണ് കൊച്ചുപമ്പ, പച്ചക്കാനം ഫോറസ്റ്റ് റേഞ്ചുകളുടെ പരിധിയിലുള്ള ഈ കാട് പ്രകൃതിവനമാണ്. മനുഷ്യസ്പർശമേൽക്കാത്ത ഈ ഘോരവനത്തിൽ മൃഗങ്ങളുടെ ജീവിതം സ്വസ്ഥമാണ്. ഈറ്റ, മുള തുടങ്ങി ആനകളുടെ ഇഷ്ടവിഭവങ്ങൾ ഇവിടെ സുലഭം. സ്വച്ഛമായി ആനകൾ ഇവിടെ വിഹരിക്കുന്നു. ഈ കൊടുങ്കാടിനുള്ളിൽ 28 കിലോമീറ്റർ ചുറ്റളവിൽ കാട് വെട്ടിത്തെളിച്ചുണ്ടാക്കിയ പ്രദേശമാണ് ഗവി. മൃഗങ്ങളുടെ കാലനക്കത്തിന് കീഴിൽ കൃത്രിമ വേലികൾ തീർത്ത സുരക്ഷാ കവചങ്ങളുമായി ഇവിടുത്തുകാർ കഴിഞ്ഞുകൂടുന്നു. അഭയാർത്ഥികളായി എത്തി കാടിന് നടുവിൽ കുടിയിരുത്തപ്പെട്ട ഇവർക്ക് കാടെന്തെന്നോ കാടിന്റെ ഭീകരത എന്തെന്നോ അറിയില്ലായിരുന്നു. இப்படி காடு கீடெல்லாம் ஒன்றும் இல்லை. அங்கே நல்லா பட்டணக்கார மாதிரி நல்லா டவுன் பசாரில் இருந்தோம். இங்கே வந்து தான் கருக்காட்டுக்குள்ளே குடியிருப்போம். இது எங்களுக்கும் இன்னைக்கு 34 வருஷம் ஆகுது இந்த കാട്ടുമിൽക്കേ கொண்டு வந்து അടങ്ങിയിട്ടുണ്ട്. വളരെ നാളുകളെടുത്തു ഇവർക്ക് ഈ കാടിനോടുള്ള പേടി മാറി അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ. ആദിവാസികൾക്ക് പോലും ജീവിതം ദുർഘടമായ പ്രദേശത്താണ് ഈ നാടന്മാർ ജീവിക്കുന്നത്. മരിച്ചാൽ മറമാടാൻ 6 അടി മണ്ണ് പോലും സ്വന്തമായി ഇല്ലാത്തവരാണ് ഇവിടുത്തുകാർ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സർക്കാർ ലയങ്ങളിലാണ് ഇവരുടെ വാസം. 30 വർഷം മുമ്പ് പണിതവയാണ് ഇവ. ഒരു പച്ചക്കറി വിത്തെങ്കിലും മുളപ്പിക്കാൻ സ്വന്തമായ സ്ഥലത്തിനായി ഗവിക്കാർ കൊതിക്കുന്നു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇവരുടെ പുനരധിവാസത്തിനായി സ്ഥാപിച്ച ഏലം പ്ലാന്റേഷനിലാണ് ഇവരുടെ ജോലി. 200 മുതൽ 250 രൂപ വരെയുള്ള തുച്ഛമായ വേതനമാണ് ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്.
ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമാണ് തോട്ടത്തിൽ ജോലി ലഭിക്കുക. ഒരാളുടെ വരുമാനത്തിൽ 5-6 പേരുള്ള കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നു. ഇവർ കൂലി കൂടുതൽ ചോദിച്ചാൽ പിരിച്ചുവിടുമെന്നും തോട്ടമടച്ചുപൂട്ടുമെന്നും വനപാലകർ ഭീഷണി മുഴക്കും. അതിനാൽ ആരും വേതനത്തെപ്പറ്റി മിണ്ടാറേയില്ല. ഞങ്ങൾ കേരളീയരോ അതോ തമിഴരോ? ഞങ്ങൾ ഏത് ജാതിയാണ്? ജാതിയും മതവും ഇന്നേ വരെ അംഗീകരിക്കപ്പെടാത്ത ഗവിയിലെ 600ഓളം കുടുംബങ്ങളുടെ ചോദ്യമാണിത്. സ്വന്തം ജാതി തെളിയിക്കാൻ അടയാളമില്ലാത്തവരാണ് ഗവിക്കാർ. താഴ്ന്ന ജാതികളായ പള്ളർ, കള്ളർ, ചൊക്ലിയർ, സാമ്പവർ തുടങ്ങിയ ജാതിയിൽപ്പെട്ടവരാണ് ഇവർ. ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇന്നുവരെ കിട്ടിയിട്ടില്ല. കുടിയേറിയവരായതിനാൽ രാജ്യത്തെത്തി 50 വർഷം തികയാതെ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കില്ലെന്നാണ് സർക്കാർ ഭാഷ്യം. ഇവിടെ തന്നെ 50 വർഷം പൂർത്തിയില്ലാതെ ഇവിടെ ഒരു ജാതി ചാണ്ടൽ പോലും തരികയില്ലെന്ന് സീയത്തോട് പഞ്ചായത്തിലേക്ക് പറയുക. ഇതുവരെ ആന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാൻ പോലും ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് കോളേജിൽ പോലും ചേർക്കാൻ പറ്റിയല്ലാതെ ചുരുക്കായിപ്പോയി. ഇപ്പം ഞങ്ങൾ എന്നാ ചെയ്യാനാ ഉള്ളത്? വേണമെങ്കിൽ ഒരു 10-12 വരെ പഠിപ്പിക്കാം പിള്ളേരെ. അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ജാതി ചാണ്ടൽ വേണമെന്ന് ചോദിക്കുക. ഇവിടെ നിന്ന് സീയത്തോട് പഞ്ചായത്തിലേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുക സർട്ടിഫിക്കറ്റ് ഇല്ല, നിങ്ങൾ 50 വർഷം പൂർത്തിയാവണമെന്ന് പറയുക. അപ്പം ഞങ്ങൾ 50 വർഷം എവിടെ പൂർത്തിയാകാനാണ്? 50 വയസ്സ് എൻ്റെ അച്ഛനും അമ്മയും 50 വയസ്സ് ഇവിടെ ഇരുന്നാൽ അവർക്ക് ഈ ജാതി സർട്ടിഫിക്കറ്റ് തരാവുന്നു അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ സ്ലോണിലാണ് ജനിച്ചവരാ. അപ്പം അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് വരാക്കുവോ? അപ്പം ഞങ്ങളുടെ പിള്ളേർ ഇവിടെ ജനിച്ചതാ. അപ്പോൾ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ എൻ്റെ പാരമ്പര്യം എവിടെയാണ് ജനിച്ച് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ ഇവിടെ കൊടുത്തു പറയും. നമ്മൾ അവിടെ ചെന്ന് മേടിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഗവിയിലെ പുതുതലമുറയ്ക്ക് തുടർ വിദ്യാഭ്യാസവും തൊഴിലും ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ നഷ്ടമാവുകയാണ്. ഒരു 10-16 പയ്യന്മാരോളം ഉണ്ട്. ഞാൻ എൻ്റെ അറിവിലൂടെ ഡിഗ്രിയും SLC എല്ലാം കഴിഞ്ഞ് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒത്തിരി പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഒരു ആനുകൂല്യങ്ങളും ഇവർക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഗവിയിലെ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം അത്ഭുത കാഴ്ചയാണ്. ആംബുലൻസിൽ സ്കൂളിൽ പോകാൻ ഭാഗ്യം സിദ്ധിച്ചവരാണിവർ. ഗവിയിൽ ആകെയുള്ളത് ഒരു LP സ്കൂളാണ്. കിലോമീറ്ററുകൾ കാട്ടിലൂടെ നടന്നു വേണം ഇവിടെ എത്താൻ. തുടർ വിദ്യാഭ്യാസത്തിന് 29 കിലോമീറ്റർ യാത്ര ചെയ്ത് വണ്ടിപ്പെരിയാറിലെത്തണം. ഇവിടുന്ന് 29 കിലോമീറ്റർ നമ്മുടെ പഠിത്തം. ഇവിടുന്ന് 29 കിലോമീറ്റർ പോയി അവിടെ പഠിക്കേണ്ടതാണ്. അവിടെ ആംബുലൻസ് വരുമ്പോൾ 5 മണിയാകും, ഇവിടെ വരുമ്പോൾ 7 മണിയാകും. ഞങ്ങൾക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല. അത് ഏതെങ്കിലും സീരിയസ് ആണെങ്കിൽ അത് ആ വണ്ടിയിലാണ് എത്തുന്നത്, മെഡിക്കൽ ആണെങ്കിൽ ആ വണ്ടിയിലാണ്, സ്കൂൾ പിള്ളേരും ആ വണ്ടിയിലാണ് എത്തുന്നത്. ഇതിനാൽ തന്നെ ഇവിടുത്തെ കുട്ടികൾ അധികവും സ്കൂളിന്റെ പടി കാണാത്തവരോ പകുതിക്ക് പഠനം നിർത്തിയവരോ ആണ്. പെയിൻ കില്ലറുകൾ മാത്രമുള്ള ഒരു ഡിസ്പെൻസറി ഇവിടെയുണ്ട്, ഒരു നഴ്സും. എല്ലാ രോഗത്തിനും ഒരേ മരുന്ന് ലഭിക്കുന്ന ഗവിക്കാരുടെ സ്വന്തം ആശുപത്രി. അടിയന്തര ഘട്ടങ്ങളിൽ കാട് താണ്ടി വണ്ടിപ്പെരിയാറിലെത്തണം ചികിത്സയ്ക്കായി. ആകപ്പാട് ഒരു ചെറിയ ഡിസ്പെൻസറി ഉള്ളൂ. അതിൽ ആകപ്പാട് ഒരു സിസ്റ്റർ ഉണ്ട്. അവർ ആഴ്ചയിൽ 3 ദിവസം വീട്ടിലേക്ക് പോകും. 3 ദിവസം മാത്രമേ ഇവിടെ കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയാലോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ആശുപത്രി പോകണം 29 കിലോമീറ്റർ ഉണ്ട് വണ്ടിപ്പെരിയാറിൽ. അങ്ങോട്ട് പോകാനടുത്ത് എന്തെങ്കിലും ആനയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഇത്തരം വളരെ ബുദ്ധിമുട്ടാണ്. പകർച്ചവ്യാധികൾ ഇടയ്ക്കിടയ്ക്ക് പടർന്നു പിടിക്കാറുള്ള ഇവിടുത്തുകാർക്ക് ചികിത്സ ബാലികേറാമലയാണ്. പണ്ട് 86 ഒരു ഡോക്ടറോട് വന്ന് പുള്ളി ഒന്ന് 2-3 ആഴ്ച ഇരുന്ന് പുള്ളിക്ക് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കാണ്ട് പുള്ളി പോയി, ജോലി പാടാൻ പോയി. പിന്നെ വണ്ടിപ്പെരിയാർ PH സെൻ്ററിൽ നിന്ന് ഡോക്ടർ വിസിറ്റിംഗ് ഡോക്ടറായിട്ട് ഇവിടെ വന്നിട്ടിരുന്നു, സുരേഷ് ബാബു, വേറെ ഡോക്ടർ. അങ്ങനെ കുറേ നാൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ പുള്ളിയും മതിയാക്കി പോയി. വണ്ടിപ്പെരിയാർ ഇവിടുന്ന് 28 കിലോമീറ്റർ വേണം. അത് സാധാരണ അറ്റാക്ക് രോഗികളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു പോകും. കാരണം ഇത്രയും കിലോമീറ്റർ അവിടെ ചെല്ലുമ്പോഴേക്കും ആൾ രക്ഷപ്പെടില്ല. പിന്നെ നമുക്ക് അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള ഇവിടെ ഈ നേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് ചെയ്യാമെന്ന് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ആരും സമയം നല്ലതാണെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഗവിക്കാർക്കുള്ള യാത്രാ സൗകര്യം ദിവസത്തിൽ 2 പ്രാവശ്യം ഇതിലേ കടന്നു പോകുന്ന KSRTC ബസ് മാത്രം. കഴിഞ്ഞ സർക്കാരിന്റെ ഔദാര്യമായി കിട്ടിയ KSRTC സർവീസ് ഇവർക്ക് പുറം ലോകത്തെത്താൻ ഏറെ പ്രയോജനകരമാണെങ്കിലും പുറം ലോകത്തെത്താൻ ഇത്രയും കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുകൊണ്ട് അത്യാവശ്യ യാത്ര മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ.
ഗവിയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളാണ് ഈ ബസ് കൂടുതലായും ഉപയോഗിക്കുന്നത്. മഴക്കാലത്ത് മണ്ണിടിച്ചിലും മരം വീഴലും പതിവായ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ദുർഘടമായ റോഡിലൂടെയാണ് ബസിന്റെ യാത്ര. ചെക്ക് പോസ്റ്റ് കടത്തിവിടുന്ന നാമമാത്രമായ ടൂറിസ്റ്റ് വാഹനങ്ങൾ ഗവിയിലെത്താറുണ്ട്. എന്നാൽ കാട് കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുമായി ഇവർക്ക് യാതൊരു ഇടപാടുകളുമില്ല. ഗവിയുടെ പ്രകൃതി കണ്ടു മടങ്ങുന്ന ടൂറിസ്റ്റുകൾ ഇങ്ങനെയൊരു ജനവിഭാഗത്തെക്കുറിച്ച് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലാണ് ഈ പ്രദേശം. വനപാലകരുടെ ക്രൂരതകൾക്കും ഗവിക്കാർ വിധേയരാകുന്നു. വനത്തിന്റെയും മൃഗങ്ങളുടെയും സംരക്ഷണത്തിന്റെ പേരിൽ സ്വതന്ത്രമായ ജീവിതം ഇവർക്ക് നിരോധിക്കപ്പെടുന്നു. അടുത്തിടെ ഗവിയുടെ ചുറ്റുപാടുകളെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ മേഖലയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ് ദേശീയതയുടെ അംശം നിലനിൽക്കുന്നതിനാൽ ഇവരെ സംശയത്തോടു കൂടിയാണ് ചുറ്റുമുള്ളവർ വീക്ഷിക്കുന്നത്. LTT-കാർ ഒളിത്താവളമായി ഇവിടം ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ശ്രീലങ്കയിൽ തമിഴ് പ്രശ്നമുണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഇവിടെയും അസ്വസ്ഥതകൾ നുരഞ്ഞു പൊന്തു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടുത്തുകാർ സംശയത്തിന്റെ നിഴലിലും ഒറ്റപ്പെടലിലുമായിരിക്കും. ഇവിടെ അടുത്ത കാലത്ത് ആകെ നടന്ന വികസന പ്രവർത്തനം കുറച്ച് കക്കൂസ് കിട്ടി എന്നത് മാത്രമാണ്. രാഷ്ട്രീയക്കാരോ പഞ്ചായത്ത് അധികൃതരോ കയറി ചെല്ലാത്ത ഈ പ്രദേശം ഒറ്റപ്പെട്ട തുരുത്തായി ഇന്നും നിലനിൽക്കുന്നു. അസ്വസ്ഥതകളുടെ നെരിപ്പോടിൽ നിസ്സഹായരായി നിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ അതിഥികളായ അന്യനാട്ടുകാർ. ശ്രീലങ്കൻ തുരുത്തിലേക്ക് തിരിച്ചു പോകണോ, അതോ ഈ അസ്വസ്ഥ ജീവിതം തീരുമെന്ന മധുരസ്വപ്നത്തിൽ ജീവിക്കണോ എന്ന ആശങ്കയിലാണ് ഇക്കൂട്ടർ. നീ തിരിച്ച് അങ്ങ് അവിടെ വിടുമാ? விடாதல்ல. நாங்கள் ஜீவிச்சுக்கிட்டு இருக்கிறோம். காட்டுக்குள்ளுக்கு இருந்து யானை, புலி, சிங்கம் எல்லாம் தான் இருக்குது. அதில் தான் நாங்கள் ஜீவனம் கொண்டு போகிறோம். സ്പെഷ്യൽ വാർഡായി ഗവിയെ പ്രഖ്യാപിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം നൽകണം എന്ന ആവശ്യം മാത്രമാണ് ഇന്നാട്ടുകാർക്ക് അധികൃതരുടെ മുന്നിൽ വെക്കാനുള്ളത്. അഭയാർത്ഥികൾക്കായി സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുക, ഗവി ഇക്കോ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസനം നടത്തുക, ടൂറിസത്തിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ അനുവദിക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളാണ് ഇവർക്കുള്ളത്. കാട്ടിനുള്ളിൽ നിന്ന് പുറത്തിറക്കി മറ്റു തോട്ടങ്ങളിലേക്ക് തങ്ങളെ മാറ്റുക എന്ന ആവശ്യവും ഇവർക്കുണ്ട്. ഇവർ താമസിക്കുന്നതിന് 3 കിലോമീറ്റർ ദൂരത്ത് ടൂറിസ്റ്റുകളുടെ സൗകര്യത്തിനായി ഗ്രീൻ മാൻഷൻ എന്ന പേരിൽ ഗംഭീരമായ റിസോർട്ടും കോട്ടേജ് ടെന്റ് സമുച്ചയവും 2010 ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതിനരികിൽ കഴിയുന്ന ഈ പാവങ്ങളുടെ അടിയന്തര കാര്യങ്ങൾ പോലും പരിഗണിക്കപ്പെടുന്നില്ല. പ്രകൃതിയുടെ പച്ചവർണ്ണത്തിൽ ജീവിതത്തിന്റെ പച്ചപ്പ് തേടി കാട് കയറിയ ഇക്കൂട്ടർക്ക് ഗവി നൽകിയത് ഇരുളടഞ്ഞ ജീവിതമാണ്. இந்த கஷ்டத்தை நீங்கள் எல்லாம் வீடியோ எடுத்துகிட்டு போகிறீங்க, போட்டு பாருங்கள். எங்கள் கஷ்டமெல்லாம் தெரியும்.